ഇന്ന് നിങ്ങൾക്ക് ഞാനിവിടെ പറഞ്ഞു തരുന്നത് കൂൺ കർഷകരിൽ നിന്ന് കൂൺപുര എങ്ങനെയാണ് കൂൺ വിലക്കെടുക്കുന്നത്. കൂൺ ബൈബാക്കിംഗ്, കൂൺപുരയുടെ ബൈബാക്കിങ്ങിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഇവിടെ ചിപ്പിക്കൂണാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ബൈബാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു തരുന്നത്. അത് പാക്ക് ചെയ്ത് നിങ്ങൾക്കിവിടെ അത് കാണാം. ഞങ്ങളത് 200 ഗ്രാം വെച്ച് പാക്ക് ചെയ്ത് അത് കണ്ടെയ്നറുകൾക്കുള്ളിലേക്ക് പാക്കിംഗ് ചെയ്യും. അങ്ങനെയാണ് ഇത് വിപണിയിലേക്ക് എത്തിക്കുന്നത്. വിപണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കൂണ് സാധാരണയായി ഒരു കൂണ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ താഴെ വെജിറ്റബിൾ ട്രേയിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചകളോളം ദിവസങ്ങളോളം നമുക്ക് ഈ കൂണ് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ ഫ്ലവർ സൂക്ഷിക്കുന്ന മാതിരി ഈ കൂണ് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് നമുക്ക് 2-3 ദിവസം മാത്രം പുറത്ത് വെക്കാൻ പറ്റുന്ന ഈ ചിപ്പിക്കൂണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം രാവിലെ അത് വിളവെടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, 3-ാം ദിവസം അതിൻ്റെ കുഞ്ഞ് കൂണുകൾ ഉണ്ടായി 3-ാം ദിവസം രാവിലെ തന്നെ നമ്മൾ വിളവെടുക്കണം. അങ്ങനെ വിളവെടുത്ത് കൂൺപുരയിലേക്ക് തരുന്ന കൂണുകൾ ഞങ്ങൾ മൊത്തമായി നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വിലക്കെടുത്ത് അതിവിടെ വെച്ച് നമ്മൾ ഗ്രേഡ് തിരിക്കും. അത് നല്ല ഗ്രേഡുകൾ തിരിച്ച് അത് കൃത്യമായി നമ്മൾ ആകർഷകമായി പാക്ക് ചെയ്താണ് ഇന്ന് നമ്മൾ വിപണിയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ ഇവിടെ കൂൺ എത്തിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നമ്മൾ ബെഡുകളിൽ നിന്ന് വിളവെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന, ഇപ്പോൾ വൈക്കോലായാലും പെല്ലറ്റിലോ മരപ്പൊടിയിലോ ഏത് മാധ്യമത്തിലാണ് നിങ്ങൾ കൂൺ കൃഷി ചെയ്താലും അതിനകത്തുള്ള വേസ്റ്റ് ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് അത് ഒന്നിച്ച് പാക്ക് ചെയ്ത് നമുക്കിവിടെ എത്തിച്ചാൽ മതി. ഇവിടെ ഞങ്ങൾ വീണ്ടും ഗ്രേഡ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങളത് ഈ 200 ഗ്രാം വെച്ച് കണ്ടെയ്നറുകളിലേക്ക് നമ്മൾ നിറയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ നിറച്ച് ഇത് മാർക്കറ്റിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം രാവിലെ കൂൺപുരയിലേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിക്കുമ്പോൾ കൂൺപുരയുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഈ ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് വരാം, കൂൺപുര വന്ന് കാണാം, കൂൺപുരയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കൂൺപുരയുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഈ ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് വരാം, കൂൺപുര വന്ന് കാണാം, കൂൺപുരയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ചിപ്പിക്കൂണിന് ഈ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സൂക്ഷിപ്പ് കാലാവധി പുറത്ത് ഔട്ട്സൈഡിൽ നമുക്ക് 2-3 ദിവസം മാത്രമേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് വിളവെടുപ്പ് കഴിഞ്ഞ് അത് രാവിലെ തന്നെ നമുക്ക് ഇവിടെ കൂൺപുരയിലേക്ക് എത്തിച്ചു തരണം. കൂൺപുരയുടെ ബ്രാൻഡിൽ എത്തിക്കണം. അങ്ങനെ എത്തിക്കുമ്പോൾ കൂൺപുര അതിൻ്റെ കളക്ഷൻ കാർഡ് നമുക്കിവിടെ ഉണ്ട്. ആ കളക്ഷൻ കാർഡിലേക്ക് നമ്മൾ പതിവ് ചെയ്ത് അതിനകത്ത് വരവ് നമുക്ക് അവിടെ രേഖപ്പെടുത്തി തരും. അങ്ങനെ ആ കളക്ഷൻ കാർഡിലേക്ക് നമ്മൾ രേഖപ്പെടുത്തി കഴിയുന്ന അതിനകത്ത് ഡേറ്റും അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ വിലയും നമ്മളവിടെ രേഖപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ഈ കാർഡ് തരുന്നത്. നമുക്ക് ബൈബാക്ക് ചെയ്യുന്ന കൂണിൻ്റെ രൂപ നിങ്ങൾക്ക് അതിനകത്ത് ഈ കളക്ഷൻ കാർഡിൽ തന്നെ 15 കോളങ്ങളാണുള്ളത്. ഒരു സൈഡിൽ 15 ദിവസം ആകുമ്പോൾ അത് കൃത്യമായി നമ്മളത് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് ആ പൈസ തരുന്നതാണ്. അല്ല, അതിന് മുന്നേ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് അത് ക്ലോസ് ചെയ്ത് ആ പൈസ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ അതോ കയ്യിലോ നിങ്ങൾക്ക് ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായി ഇവിടെ നിന്ന് നൽകി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം രാവിലെ കൂൺ വിളവെടുക്കുക. വിളവെടുത്ത കൂണ് നമുക്ക് രാവിലെ തന്നെ 10 മണിക്ക് മുന്നേ ആയിട്ട് നമ്മുടെ കൂൺപുരയിലേക്ക് എത്തിച്ചു തരണം. ഇവിടെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന കൂണുകൾ കർഷകരിൽ നിന്ന് നാം വിലക്കെടുക്കുന്ന കൂണും കർഷകർ ഇവിടെ കൂൺപുരയിലേക്ക് എത്തിക്കുന്ന കൂണും അതോടൊപ്പം കൂൺപുരയുടെ ഫാമിൽ നിന്ന് എടുക്കുന്ന കൂണുമാണ് നമ്മളിവിടെ വിപണനത്തിനായി തയ്യാറാക്കി വെക്കുന്നത്. ഇവിടെ കൂൺപുര വിപണനം ചെയ്യുമ്പോൾ കൂണുകൾ മാത്രമല്ല, നമുക്ക് ഈ കൂൺ വിത്തുകളും നമ്മൾ വിപണനം നടത്തുന്നുണ്ട്. കൂൺ വിത്ത് സ്വന്തം ലാബിൽ കൂൺപുരയുടെ ലാബിൽ തന്നെ തയ്യാറാക്കിയ കൂൺ വിത്തുകൾ നമ്മൾ വിപണിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂൺ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വൈക്കോല്, പെല്ലറ്റ്, അതുപോലെ തന്നെ നമ്മൾ പോഷിച്ച മഷ് പെല്ലറ്റാണ് കൂൺ കൃഷിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള കൂൺ പെല്ലറ്റ്. അതോടൊപ്പം തന്നെ നമുക്ക് ബെഡ് മാറ്റ്
കൂൺപുരയുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഈ ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് വരാം, കൂൺപുര വന്ന് കാണാം, കൂൺപുരയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കൃഷിയിലെ സൗജന്യ പരിശീലനം ഞങ്ങൾ നൽകുന്നുണ്ട്. കർഷകർക്ക് നമ്മൾ ഒരു മാസത്തിൽ ഒരു സൗജന്യ പരിശീലനം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും മറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഒക്കെ തന്നെ കൂൺപുര നടത്തി വരുന്നുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിപ്പിക്കൂണിൽ ഒട്ടനവധി വെറൈറ്റികളുണ്ട്. നമ്മുടെ നാട്ടിൽ 10-40ഓളം ഇനങ്ങളുണ്ട് എന്നാണ്. ഇവിടെ നമുക്ക് കൂൺപുര തന്നെ 8ഓളം ഉപവർഗങ്ങൾ ഈ കൂൺപുര ചിപ്പിക്കൂണിൽ തന്നെ കൊടുക്കുന്നുണ്ട്. നിറം കൊണ്ട് പിങ്ക് നിറം, ഗ്രേ നിറം, അതോടൊപ്പം നല്ല വൈറ്റ് നിറം ഒക്കെയുള്ള പല നിറത്തിലുള്ള ചിപ്പിക്കൂണുകളുണ്ട്. ഇവിടെ ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട്. ഹൈബ്രിഡ് ഹാർവസ്റ്റിംഗ് കഴിഞ്ഞ് വിളവെടുപ്പ് കഴിഞ്ഞ് സൂക്ഷിപ്പ് കാലാവധി കൂടുതൽ കിട്ടുന്ന, നമ്മുടെ പുറത്ത് 4 ദിവസമൊക്കെ ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൂണുകളുണ്ട്. ചിപ്പിക്കൂണിൽ തന്നെ നല്ല വലിപ്പം കൊണ്ടും അതിൻ്റെ മാംസലീയത കൊണ്ടും അതിൻ്റെ ടേസ്റ്റ് കൊണ്ടും നിറം കൊണ്ടും ആകർഷണീയമായിട്ടുള്ള ചില ഇനങ്ങളുണ്ട്. അങ്ങനെ ധാരാളം വെറൈറ്റികൾ നമുക്കിവിടെ ഉണ്ട്. അത്തരം വെറൈറ്റികളുടെ വിത്തുകളും നിങ്ങൾക്ക് കർഷകർക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഏത് വെറൈറ്റിയിലുള്ള കൂണായാലും ഏത് നിറത്തിലുള്ള കൂണായാലും കൂൺപുര ആ കൂണുകളൊക്കെ തന്നെ ബൈബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിറം നമുക്കൊരു പ്രശ്നമേ അല്ല. എല്ലാ നിറത്തിലുള്ള കൂണുകളും ചിപ്പിക്കൂണിൻ്റെ ഏത് വെറൈറ്റി ആയാലും നമുക്ക് കൃത്യമായി ഇവിടെ എത്തിച്ചേരുന്നവരിൽ നിന്ന് നമ്മളത് വിലക്കെടുക്കുന്നുണ്ട്. കൂൺ കൃഷിയിലെ വിത്ത് മുതൽ വിപണി വരെ എന്ന ആശയം മുൻനിർത്തിയാണ് കൂൺപുര പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ കൂൺ കൃഷിയിൽ ആവശ്യമായിട്ടുള്ള നടീൽ വസ്തുക്കൾ ഉൾപ്പെടെ, സ്പോൺ ഉൾപ്പെടെ, അതിൻ്റെ എല്ലാ പ്ലാസ്റ്റിക് കവറാകട്ടെ, കൂൺ കൂടാകട്ടെ, മാധ്യമം വൈക്കോല് മുതൽ നമുക്ക് മഷ് പെല്ലറ്റ്, അതുപോലെ ബെഡ് മാറ്റ് എല്ലാം അതിനാവശ്യമായിട്ടുള്ള വിപണനം നടത്തുന്നുണ്ട്. കൂൺപുരയിൽ വന്ന് അത് വാങ്ങുന്നതോടൊപ്പം കൂൺ കർഷകർക്ക് ഏത് സ്ഥലത്ത് നിന്ന് ഇത് ആവശ്യപ്പെട്ടാലും ഇത് കൊറിയർ സർവീസ് വഴി കൂൺപുര അയച്ചു തരുന്നുണ്ട്. അങ്ങനെ കൂൺ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എത്തിച്ചു തരുന്നു. അവന് കാലാകാലങ്ങളിലുള്ള ടെക്നോളജികൾ, പുതിയ അറിവുകൾ കൂൺപുര നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൂടെ, കൂൺപുരയുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് പുതിയ ടെക്നോളജികൾ, പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് കൂൺപുര എത്തിച്ചു തരുന്നുണ്ട്. മാത്രമല്ല കൂൺപുരകൾ ചെയ്തു തന്ന് ആ കൂൺപുര നമ്മൾ നിർമ്മിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂൺപുര കെട്ടി നമുക്ക് കർഷകർക്ക് കൂൺ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കൂൺപുരകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. അങ്ങനെ കൂൺ ബൈ പ്രോഡക്റ്റ്, കൂണിൻ്റെ ബൈ പ്രോഡക്റ്റ് എങ്ങനെയാണ് കൂണിൽ നിന്ന് നമുക്ക് ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, അതേക്കുറിച്ച് പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. കൂൺപുരയിൽ കൂണ് വിൽപ്പന നടത്തുന്നതോടൊപ്പം ഉപോൽപ്പന്നങ്ങളായിട്ട് ബൈ പ്രോഡക്റ്റുകളും വിപണനം നടത്തി വരുന്നുണ്ട്. ഇവിടെ കൂൺ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഒരു കൂൺപുര വേണമെന്നുണ്ടെങ്കിൽ കൂൺപുര വന്ന് പണിത് തരുന്നുണ്ട്. അതോടൊപ്പം അത്യാവശ്യം കൂൺ കൃഷി ചെയ്യുന്നവർക്ക് കൂൺ കൂടുകൾ കൂൺപുര തയ്യാറാക്കി വിപണനം നടത്തുന്നുണ്ട്. 2 ബെഡ് വെക്കാനുള്ള കൂൺകൂടുകൾ, അതോടൊപ്പം 4 ബെഡുകൾ തയ്യാറാക്കി വെച്ച് വളർത്താൻ പറ്റുന്ന തരത്തിലുള്ള കൂടുകൾ കൂൺപുര വിപണനം നടത്തുന്നുണ്ട്. അത് നമുക്ക് ഒരു ഷെയ്ഡുള്ള ഭാഗത്തേക്ക് നമുക്ക് കെട്ടി തൂക്കി വളർത്താൻ പറ്റുന്ന രീതിയിലാണ് അത് സജ്ജമാക്കിയിരിക്കുന്നത്. നമുക്ക് കാർ പോർച്ചുകളിൽ, നമ്മുടെ വീട്ടിൻ്റെ സെല്ലാറിൽ, അതോടൊപ്പം നല്ല വൃക്ഷത്തിൻ്റെ തണലുള്ള ഭാഗത്ത്, വൃക്ഷത്തണലിലുമൊക്കെ നമുക്കിത് കെട്ടിത്തൂക്കി വളർത്താവുന്നതാണ്. അത്തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കൂൺകൂടുകൾക്കും കൂണിൻ്റെ വിത്ത്, അതോടൊപ്പം നമുക്ക് മാധ്യമം, പെല്ലറ്റ്, ബെഡ് മാറ്റ് ഒക്കെ കിട്ടുന്നതിന് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഇവിടെ വന്ന് കൂൺ കർഷകർക്ക് വാങ്ങാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് സ്ഥലത്തുള്ളവർക്കും ഇത് കൊറിയർ സർവീസിൽ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കൃത്യമായി അതിനാവശ്യമായിട്ടുള്ള സഹായം കൂൺപുരയിൽ നിന്ന് ലഭ്യമാക്കുന്നതാണ്. നമ്മൾ ചിപ്പിക്കൂൺ കൃഷി
ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വിലയ്ക്ക് മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുത്ത് ഒരു രജിസ്ട്രേഷൻ എടുത്ത് ഒരു പേര് നൽകി ബ്രാൻഡ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തം വിലയ്ക്ക് മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ്. അതാത് പ്രദേശങ്ങളിൽ പച്ചക്കറി കടകൾ, സൂപ്പർ മാർക്കറ്റുകളിലൂടെ നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാം. അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് ഇന്ന് കഴിയും. അങ്ങനെയും നിങ്ങൾക്കിത് വിപണിയിൽ എത്തിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ നിങ്ങളിവിടെ കൂൺ എത്തിച്ചു തന്നാലും കൂൺപുര അത് ബൈബാക്ക് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്കത് കൃത്യമായിട്ട് രാവിലെ എത്തിച്ചേരുന്ന എത്ര അളവിലാണെങ്കിലും, അത് കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് കൂടുതൽ എത്ര കിലോ ആണെങ്കിൽ പോലും കൂൺപുര അത് കൃത്യമായി ഇത് കർഷകരിൽ നിന്ന് ഇത് വിലക്കെടുക്കുന്നുണ്ട്. ഇതൊരു ഒരു ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സ്ഥാപനമല്ല. 20 വർഷക്കാലമായി 2006 മുതൽ ഇത് സജീവമായി പ്രവർത്തിക്കുന്ന കൂൺ കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ഈ തിരുവനന്തപുരത്തെ കൈമനം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ അന്ന് മുതൽ തന്നെ ഇത് കൂൺ കർഷകരിൽ നിന്ന് ബൈബാക്ക് ചെയ്ത് നമ്മൾ കൂണായും അതുപോലെ ഉപോൽപ്പന്നങ്ങളായും കൂൺ ബൈ പ്രോഡക്റ്റുകളായും വിപണിയിലേക്ക് എത്തിച്ചു വരുന്നുണ്ട്. നമ്മൾ ചിപ്പിക്കൂൺ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വിലയ്ക്ക് മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുത്ത് ഒരു രജിസ്ട്രേഷൻ എടുത്ത് ഒരു പേര് നൽകി ബ്രാൻഡ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തം വിലയ്ക്ക് മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ്. അതാത് പ്രദേശങ്ങളിൽ പച്ചക്കറി കടകൾ, സൂപ്പർ മാർക്കറ്റുകളിലൂടെ നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാം. അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് ഇന്ന് കഴിയും. അങ്ങനെയും നിങ്ങൾക്കിത് വിപണിയിൽ എത്തിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ നിങ്ങളിവിടെ കൂൺ എത്തിച്ചു തന്നാലും കൂൺപുര അത് ബൈബാക്ക് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്കത് കൃത്യമായിട്ട് രാവിലെ എത്തിച്ചേരുന്ന എത്ര അളവിലാണെങ്കിലും, അത് കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് കൂടുതൽ എത്ര കിലോ ആണെങ്കിൽ പോലും കൂൺപുര അത് കൃത്യമായി ഇത് കർഷകരിൽ നിന്ന് ഇത് വിലക്കെടുക്കുന്നുണ്ട്. ഇതൊരു ഒരു ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സ്ഥാപനമല്ല. 20 വർഷക്കാലമായി 2006 മുതൽ ഇത് സജീവമായി പ്രവർത്തിക്കുന്ന കൂൺ കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ഈ തിരുവനന്തപുരത്തെ കൈമനം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ അന്ന് മുതൽ തന്നെ ഇത് കൂൺ കർഷകരിൽ നിന്ന് ബൈബാക്ക് ചെയ്ത് നമ്മൾ കൂണായും അതുപോലെ ഉപോൽപ്പന്നങ്ങളായും കൂൺ ബൈ പ്രോഡക്റ്റുകളായും വിപണിയിലേക്ക് എത്തിച്ചു വരുന്നുണ്ട്.